ഹായ്, 10th ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. റെയിൽവേയിലെ ഗ്രൂപ്പ് ഡി പോസ്റ്റിലേക്കാണ് ഈ അവസരം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 10ാം ക്ലാസ് യോഗ്യതയുള്ള ആളുകൾക്ക് റെയിൽവേ ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു നല്ല അവസരമാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ലൊരു ഇൻഫർമേഷൻ തരും. ആദ്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് പോകുന്നത് ഈ നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വരാനായിട്ട് പോകുന്നത്. ഇപ്പോൾ റെയിൽവേയുടെ സൈഡിൽ നിന്ന് നമുക്ക് NTPCയുടെ നോട്ടിഫിക്കേഷൻ വന്നു. തൊട്ട് അടുത്തായിട്ട് ഇനി വരേണ്ട നോട്ടിഫിക്കേഷൻ ആണ് RRB ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. 10ാം ക്ലാസ് യോഗ്യതയുള്ള നോട്ടിഫിക്കേഷൻ ആണ്. ഒരുപാട് വേക്കൻസികൾ, ധാരാളം വേക്കൻസികൾ വരേണ്ട ഒരു പോസ്റ്റ് ആണ് റെയിൽവേ ഗ്രൂപ്പ് ഡി പോസ്റ്റുകൾ എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾക്കറിയാം ട്രാക്ക് മെയിൻറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഹെൽപ്പർ, അസിസ്റ്റന്റ്, പോസ്റ്റ്മാൻ പോലെയുള്ള ഡിഫറെന്റ് ലെവൽസ് ഓഫ് പോസ്റ്റുകളാണ് എന്തിനകത്ത് വരുന്നത്, RRB ഗ്രൂപ്പ് ഡിക്കകത്ത് വരുന്നത്. അപ്പോൾ ചെറിയ പോസ്റ്റുകളാണെങ്കിലും നല്ല അട്രാക്റ്റീവ് സാലറി കിട്ടുന്ന, നമുക്ക് സർവീസിലേക്ക് എൻട്രി ചെയ്യാൻ സാധിക്കുന്ന ഒരു നല്ല ഓപ്ഷനാണ് റെയിൽവേ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. കാരണം NTPC പോലെയുള്ള അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ള പോസ്റ്റുകളിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കയറാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് സർവീസിലേക്ക് എൻട്രി ചെയ്യാൻ റെയിൽവേയിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് നല്ല ഓപ്ഷനാണ് റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാംസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഏജ്, അതേപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെ ഫിസിക്കൽ പാർട്ടിന്, അതായത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ എന്തൊക്കെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ ആദ്യം മുതൽ ഈ വീഡിയോ ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും, ഇപ്പോൾ സീനിയർ ആയിട്ടുള്ള ആളുകളാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ മക്കളിലേക്കും ഒക്കെ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഗ്രൂപ്പ് ഡി എക്സാമിനെ പറ്റി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് അല്ലെങ്കിൽ റെയിൽവേ റിക്രൂട്ട്മെന്റ് കൗൺസിൽ ആയിരിക്കും എന്ത് നടത്തുന്നത്, റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ പരീക്ഷ നടത്തുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട പോസ്റ്റുകളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ തരാം. ഇത് ഓൾ ഓവർ ഇന്ത്യ വേക്കൻസി വരുന്ന ഒരു പരീക്ഷയാണ്. ഓൺലൈൻ ആയിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. 10ാം ക്ലാസ് പാസ്സായ, 10ാം ക്ലാസ് യോഗ്യതയുള്ള, 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഏത് എക്സാമിന് അപ്ലൈ ചെയ്യാം, ഗ്രൂപ്പ് ഡി എക്സാമിന് അപ്ലൈ ചെയ്യാം. കുറച്ചു പേരെങ്കിലും ITA ക്വാളിഫിക്കേഷൻ വേണോ, ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ വേണം RRB ഗ്രൂപ്പ് ഡി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. 10th ക്വാളിഫിക്കേഷൻ മതി നമുക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട്. ചില സ്പെസിഫിക് പോസ്റ്റുകൾക്കാണ് ITA ആഡ് ചെയ്ത് വരുന്നത്. ഏജ് വരുന്നത് 18 to 30 ഇയേഴ്സ് ആണ്. ഇപ്പോ നമുക്ക് ഈ വർഷം വിളിച്ച എല്ലാ റെയിൽവേയുടെ സൈഡിൽ നിന്ന് വന്ന പരീക്ഷകൾക്കും ഒരു 3 year റിലാക്സേഷൻ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ 18 to 33 വരെയുള്ള എല്ലാ ആളുകളും ഈ ഒരു അവസരം യൂസ് ചെയ്ത് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇത് നല്ലൊരു അവസരം എന്ന് പറഞ്ഞാൽ റെയിൽവേയുടെ സൈഡിൽ നിന്ന് ഒരുപാട് വേക്കൻസികൾ ഫില്ല് ചെയ്യപ്പെടേണ്ട ഒരു പരീക്ഷ തന്നെയാണ് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. അതുകൊണ്ട് സർവീസിലേക്ക് എൻട്രി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓരോ ആളുകളും ഈ പരീക്ഷയെ വളരെ സീരിയസ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. 3 പാർട്ടുകളായിട്ടാണ് എന്താണ് വരുന്നത്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, ദെൻ ലാസ്റ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. അപ്പൊ നിങ്ങൾ നോക്കൂ, ഒറ്റ ടയർ മാത്രമുള്ള പരീക്ഷയാണ് റെയിൽവേ ഗ്രൂപ്പ് ഡി. നിങ്ങൾക്കറിയാം NTPC ഒക്കെ ആണെങ്കിൽ ടയർ 1 ഉണ്ട്, ടയർ 2 ഉണ്ട്. ഇവിടെ അങ്ങനെയില്ല, ഒറ്റ ടയർ മാത്രമുള്ള പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ നന്നായി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാം നേടിയെടുക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അപ്പോ എന്താണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ്? ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ഒരു 100 മാർക്കിന്റെ പരീക്ഷ ഉണ്ടാവും. ആ എക്സാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ എഴുതണം. അതിൽ എന്തൊക്കെ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ഒരു ഫോഴ്സിലേക്കൊക്കെ എൻ്റർ ചെയ്യുന്നതിന്റെ അത്രയും ടഫായിട്ടുള്ള ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റുകളൊന്നുമില്ല. വളരെ കുറച്ച് വരുന്ന റെയിൽവേയുടെ ഇപ്പൊ RPF പോലുള്ള പരീക്ഷയുടെ അത്രയുള്ള ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഒന്നുമില്ല. എന്താണ് അതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് ഞാൻ പറഞ്ഞുതരാം. ദെൻ ലാസ്റ്റ് നമ്മുടെ മെഡിക്കൽ ആൻഡ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു പരീക്ഷയാണ് ഇതിന് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ NTPCയുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഗ്രൂപ്പ് ഡി നമുക്ക് എഴുതിയെടുക്കാൻ സാധിക്കുന്ന ഒരു പരീക്ഷയാണ്. ഇനി 1-2 കാര്യങ്ങളോട് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 33 ആയിരിക്കണം. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ആൾക്കാരായിരിക്കണം. അത്യാവശ്യം ഈ പറയുന്ന ഫിസിക്കൽ എഫിഷ്യൻസിക്ക് വേണ്ടി തയ്യാറെടുക്കാൻ കഴിവുള്ള ആൾക്കാരായിരിക്കണം. അതുകൂടെ ഞാൻ ഉൾപ്പെടുത്താം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ 2025 നടക്കുന്ന RRB ഗ്രൂപ്പ് ഡി എക്സാമിന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പങ്കെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നിങ്ങളതിന്റെ എലിജിബിലിറ്റി ഒക്കെ നിങ്ങൾക്കുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിന് അപ്ലൈ ചെയ്യുന്നതിന് അപേക്ഷാ ഫീസ് ഉണ്ട്. ഏതാണ്?
ജനറൽ OBC കാറ്റഗറിക്കാർക്ക് 500 ആണ് വരുന്നത്. SC ST അതുപോലെയുള്ള കാറ്റഗറിക്കാർക്ക് 250 ആണ് വരുന്നത്. അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം, ഏതൊക്കെ കാറ്റഗറി ആളുകൾക്കാണ് ഈ ഒരു ഫീസ് സ്ട്രക്ചർ വരുന്നത്. നിങ്ങളിപ്പോൾ NTPC പോലുള്ള എക്സാമുകൾക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുക. അതിന്റെ ഫീസിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി ഏതൊക്കെയാണ് ഇപ്പൊ നമ്മൾ 2 സ്റ്റേജുകളാണ് പ്രധാനമായിട്ടും ഉണ്ടെന്നുള്ളത്. ആദ്യം ഒരു പരീക്ഷ നമ്മൾ നേടിയെടുക്കണം. ഈ എക്സാമിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, വളരെ വൃത്തിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നമ്മൾ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ പഠിക്കേണ്ടത്, എന്തൊക്കെ സബ്ജക്റ്റുകളിലാണ് നമ്മൾ വെയിറ്റേജ് കൊടുക്കേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കുക, ജനറൽ സയൻസ്, മാത്സ്, റീസണിങ്, അതുപോലെ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, ഈ 4 സബ്ജക്റ്റുകൾക്കാണ് നമ്മൾ വെയിറ്റേജ് കൊടുക്കേണ്ടത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, സ്റ്റാഫ് സെലക്ഷന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഇംഗ്ലീഷ് കൂടി അഡീഷണൽ ആയിട്ട് പഠിക്കണം. റെയിൽവേ പരീക്ഷയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഒക്കെ ബുദ്ധിമുട്ടായിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് എന്തിന് ചാൻസ് ഉണ്ട്, റെയിൽവേ എക്സാമിന് ചാൻസ് ഉണ്ട്. അവിടെ തന്നെ ഗ്രൂപ്പ് ഡി പരീക്ഷ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അവസരങ്ങൾ തരുന്നതും എക്സാം കുറെ കൂടെ എളുപ്പവുമായിട്ടുള്ള പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഈ ചാൻസ് മിസ് ചെയ്യാതിരിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അപ്പൊ എന്താണ്, മാത്സ് എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരും? സയൻസ് നോക്കൂ, 25 ക്വസ്റ്റ്യൻസും 25 മാർക്കുമാണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വീതമാണ് എന്ത് വരുന്നത് ഈ എക്സാമിന് വരിക. അപ്പോൾ സയൻസ് സബ്ജക്റ്റുകൾക്ക്, സയൻസ് സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോലെയുള്ള സബ്ജക്റ്റുകൾക്ക് അത്യാവശ്യം വെയിറ്റേജ് ഉള്ള പരീക്ഷയാണ്. 25, നമ്മുടെ 100 മാർക്കിലെ 25% മാർക്ക് നമുക്ക് എവിടെ നിന്നാണ് വരുന്നത്? സയൻസിൽ നിന്നാണ്. ദെൻ 25% മാർക്ക് നമുക്ക് എവിടെ നിന്നാ വരുന്നത്? മാത്സിന്റെ ഏരിയയിൽ നിന്നാ വരുന്നത്. അപ്പൊ മാത്സിൽ നിന്നും 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക്. അപ്പൊ തന്നെ ഞാൻ അതിന്റെ 50% ഏരിയ കവറപ്പ് ചെയ്തു. 25% മാത്സിൽ നിന്നാണ്, 25% എവിടെ നിന്നാണ്? സയൻസിൽ നിന്നാണ്. ദെൻ അടുത്ത നോക്കൂ, ഒരു 30 മാർക്സ് വരുന്ന റീസണിങ് ആണ്. ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് 30 ക്വസ്റ്റ്യൻസും 30 മാർക്കും. റീസണിങ് ഒക്കെ നമുക്ക് മാത്സിന്റെ കണക്ക് അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ചെയ്ത് നമ്മുടെ എഫിഷ്യൻസി കൂട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാമെങ്കിൽ ഇതിനകത്തെ എല്ലാ റീസണിങ് ടോപ്പിക്കുകളും നിങ്ങൾക്ക് കവറപ്പ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഇതിനോടകം നമ്മുടെ RPF വേണ്ടിയിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും കവറപ്പ് ചെയ്യുന്നുണ്ട്. NTPCയുടെ ടോപ്പിക്കുകൾ ഇപ്പോൾ കവറപ്പ് ചെയ്ത് നമ്മുടെ ചാനലിൽ തന്നെ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ തന്നെ കാണാൻ ശ്രമിച്ചാൽ പോലും ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം, 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക്, ഏകദേശം 80% ഏരിയ ഈ ഒരു പാർട്ടിൽ നിന്ന് നമുക്ക് കവറപ്പായി. ഇനി ലാസ്റ്റ് 20% എന്ന് പറയുന്നത് ഏതാണ്? 20% എന്ന് പറയുന്നത് ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സ് എപ്പോഴും പ്രാധാന്യമുള്ളതാണ്. ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നുണ്ടോ? ന്യൂസ് പേപ്പർ നിങ്ങൾ റീഡ് ചെയ്യുന്നുണ്ടോ? കറണ്ട് അഫയേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി കറണ്ട് അഫയേഴ്സും അതുപോലെ നമ്മുടെ സ്ട്രാറ്റജിക്ക് ജനറൽ അവയർനെസ് എല്ലാം കൂടെ ചേർത്ത് 20 ക്വസ്റ്റ്യൻസ് 20 മാർക്ക്. അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക്, 90 മിനിറ്റ്, 1.5 മണിക്കൂർ സമയം എന്നുള്ള ഒരു പരീക്ഷ, ഒറ്റ പരീക്ഷ. വളരെ പ്രാധാന്യമുള്ള കാര്യം അതാണ്. ഒറ്റ പരീക്ഷയോടുകൂടി നമുക്ക് ഈ ഒരു എക്സാമിലേക്ക് ക്വാളിഫൈ ചെയ്യുമോ, നമുക്ക് നമ്മളുടെ സർവീസിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കുമോ എന്ന് അറിയാനായിട്ട് സാധിക്കും. സോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ എനർജി ഇട്ട് കൃത്യമായി പഠിക്കുകയാണെങ്കിൽ ദിശയുടെ ചാനലിൽ തന്നെ ഇഷ്ടം പോലെ ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അതല്ലാതെ ദിശയുടെ ആപ്ലിക്കേഷനിലൂടെയുള്ള ക്ലാസ്സുകൾ ഗ്രൂപ്പ് ഡിയുടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, NTPCയുടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രൂപ്പ് ഡിയുടെ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ പഠിക്കാം. അതല്ല നിങ്ങൾക്ക് ഓൺലൈനായി ഒന്നും പഠിച്ചാൽ ഓക്കെ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ദിശയുടെ 5 അക്കാഡമികൾ കേരളത്തിലുണ്ട്. തൃശ്ശൂര്, കോഴിക്കോട്, കൊല്ലം, കൊട്ടാരക്കര, ട്രിവാൻഡ്രം സൈഡുകളിൽ 5 അക്കാഡമികൾ ദിശയുടെ തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവിടെ വേണമെങ്കിലും വന്ന് കൃത്യമായിട്ട് ഈ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ ഈ ടോപ്പിക്കുകൾ ഒന്ന് പഠിച്ചെടുത്താൽ ഉറപ്പായിട്ടും റെയിൽവേയിലോട്ട് നമുക്ക് എന്താണ് ഒരു ചാൻസ് ആണ്. റെയിൽവേ എക്സാമിലേക്ക് സീരിയസ് ആയിട്ട് നമുക്ക് കയറാനായിട്ട് സാധിക്കും. ഇപ്പൊ ഇതിനകത്ത് ടോപ്പിക്കുകളൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും വിചാരിക്കും പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കണം. ഒന്നും വേണ്ട. നമ്മൾ ഈ റെയിൽവേ എക്സാമുകൾക്ക് ഇപ്പൊ RPF പഠിച്ചു, ടെക്നീഷ്യന് പഠിച്ചു, SIക്ക് പഠിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ ALPക്ക് പഠിച്ചു, RRB JEക്ക് പഠിക്കുന്നു, ദെൻ NTPC, എല്ലാത്തിനും ഏകദേശം നമുക്ക് ഒരേ പാറ്റേണിലുള്ള മാത്സ് ഏരിയകൾ തന്നെയാണുള്ളത്. നിങ്ങൾ നോക്കൂ, നമ്പർ സിസ്റ്റം, ബോർഡ് മാസ്, ഡെസിമൽ, ഫ്രാക്ഷൻസ്, ആവറേജ്, റേഷ്യോ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, നമ്മൾ പറഞ്ഞു പോകുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്ന കവറപ്പ് ചെയ്യുന്ന അഡ്വാൻസ്ഡ് മാത്സിന്റെ ടോപ്പിക്കുകൾ കൂടി നമ്മൾ പഠിക്കണം. അപ്പൊ അത് നിശ്ചയമായിട്ടും വൃത്തിയായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ വരുന്നത് നമ്മുടെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്. എല്ലാവർക്കും അറിയാം, അനലോഗി, ക്ലാസിഫിക്കേഷൻ, കോഡിങ്, ബ്ലഡ് റിലേഷൻ, ഡയറക്ഷൻ,
സീറ്റിംഗ്, റാങ്കിങ് പോലെയുള്ള ടോപ്പിക്കുകളും ഫിഗർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം കൂടെ ചേരുന്നതാണ് നമ്മുടെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്. ഓക്കെ, പിന്നെ ജനറൽ സയൻസ് അറിയാലോ, ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോളജി ആണ്. 10ാം ക്ലാസ് നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. NCERT ടെസ്റ്റുകളാണ് ഇതിന് മെയിൻലി നമ്മൾ കവറപ്പ് ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ CBSE സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ എടുത്ത് വായിക്കുകയെങ്കിൽ നമുക്ക് കുറെ കൂടെ ഒരു ഐഡിയ കിട്ടും. അതല്ല എങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ അക്കാഡമിയിൽ ഇതിന് കറക്റ്റ് ആയിട്ടുള്ള നോട്ടുകൾ കൊടുത്ത് ഫിസിക്സ്, കെമിസ്ട്രി, സയൻസ് സബ്ജക്ട്സ് കൃത്യമായിട്ട് നിങ്ങളെ കവറപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വളരെ പ്രാധാന്യമുള്ള മറ്റൊരു ടോപ്പിക്ക് കറണ്ട് അഫയേഴ്സ് ആൻഡ് GK പാർട്ടുകളാണ്. അതും ഒരു 20 ക്വസ്റ്റ്യൻസും 20 മാർക്കും നമുക്ക് നേടിത്തരുന്ന പാർട്ടാണ്. ഒരു പാർട്ടിനെയും നമ്മൾ നിസ്സാരമായിട്ട് കാണണ്ട, എല്ലാത്തിനും അതിൻ്റെതായ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കൃത്യമായി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെങ്ത് ആയിട്ടുള്ള ഏരിയ കാണും, നിങ്ങൾ വീക്ക് ആയിട്ടുള്ള ഏരിയ ഉണ്ടാവും. ആ ഏരിയകളെല്ലാം നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സാമിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ ഇതിന്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്താണ്, ഫിസിക്കൽ എക്സാം പാർട്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? വലിയ പാർട്ടുകളൊന്നുമില്ല, റണ്ണിങ് ഉണ്ട്. അതിന്റെ ടൈമാണ് ഞാൻ ഇവിടെ കൊടുത്തത്. 1000 മീറ്റർ 4 മിനിറ്റ് 15 സെക്കൻഡ്സിലാണ് നമ്മുടെ മെയിൽ കാൻഡിഡേറ്റ്സ് വരുന്നത്. അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5 മിനിറ്റ് 40 സെക്കൻഡ്സിനകത്ത് 1000 മീറ്റർ എന്നുള്ള ടൈമിംഗ് ആണ് നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടത്, കീപ്പ് ചെയ്യേണ്ടത്. കൂടാതെ ഒരു പാർട്ട് കൂടി ഉണ്ട്, 35 കിലോ വെയിറ്റ് ക്യാരി ചെയ്തുകൊണ്ട് 100 മീറ്റേഴ്സ് പോകണം എന്ന 2 മിനിറ്റിനുള്ളിൽ മെയിൽ കാറ്റഗറിയിലുള്ള ആളുകൾ. അതുപോലെ ഫീമെയിൽ കാറ്റഗറിയിലുള്ള ആളുകളാണെങ്കിൽ 20 കിലോ ക്യാരി ചെയ്തുകൊണ്ട് 100 മീറ്റേഴ്സ് പോകണം 2 മിനിറ്റ്സിൽ. അങ്ങനെ 2 സ്റ്റെപ്പുകളാണ് നമുക്ക് എന്തിലുള്ളത്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ക്ലിയർ ചെയ്യാനായിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ഈ ഫോഴ്സ് പോലെയുള്ള റെയിൽവേയുടെ RPF പോലുള്ള എക്സാമിന് വരുന്നതിന്റെ അത്രയും ഒന്നുമുള്ള ഫിസിക്കൽ കാര്യങ്ങളൊന്നുമില്ല. കൃത്യമായിട്ട് അത്യാവശ്യം ഫിസിക്കൽ എഫിഷ്യൻസി ഉള്ള ആളുകളാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അങ്ങനെയുള്ള ഒരു പോസ്റ്റുകളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഫിസിക്കൽ എഫിഷ്യൻസി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു പാർട്ടിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ പ്രിപ്പറേഷനിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു സെക്ഷൻ നിങ്ങൾക്ക് കവറപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പ്രധാനമായിട്ടും ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ അറിയാലോ, നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻസ് ക്ലിയർ ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് എക്സാമിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ഇത് വളരെ നല്ലൊരു ചാൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അതുപോലെ തന്നെ കുട്ടികളുണ്ടെങ്കിൽ അവരിലേക്കും ഒക്കെ, കാരണം 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരുപാട് ആളുകൾക്ക്, നിങ്ങൾക്കറിയാം കേരളത്തിൽ ഒരു LDC പരീക്ഷ വിളിച്ചപ്പോൾ ഏകദേശം 14 ലക്ഷം ആളുകളാണ് 14 ഡിസ്ട്രിക്റ്റുകളുമായിട്ട് എക്സാമിന് അപ്ലൈ ചെയ്തത്, LDC എക്സാമിന്. അതിന്റെ സാലറി സ്കെയിൽ എത്രയാണോ അത്രയും തന്നെ സാലറി നമുക്ക് ലഭിക്കുന്ന പരീക്ഷയാണ് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള റെയിൽവേയുടെ സൈഡിൽ നിന്ന് വിളിക്കാൻ പോകുന്ന RRB ഗ്രൂപ്പ് D എക്സാമിൽ നിന്ന് കിട്ടുന്നത്. സോ അത്രയും ഇമ്പോർട്ടൻസോട് കൂടി, അത്രയും ഒരു സീരിയസ് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മൾ ആ ഒരു മാക്സിമം നിങ്ങൾക്ക് എന്ത് തരാൻ പറ്റും ആ ഒരു എനർജിയിൽ ദിശ അക്കാഡമി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങുക. ദിശ അക്കാഡമിയോടൊപ്പം കൃത്യമായി നിങ്ങൾ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ദിശയുടെ നമ്പറുകൾ, യൂട്യൂബ് ചാനലിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പഠിക്കുന്ന അക്കാഡമിയിലെ കോഴ്സുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. അപ്പോൾ എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.